2024 ജാനുവരി മാസം മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പൂരോരുട്ടാതി നക്ഷത്രം അത് കുംഭക്കൂറിലുണ്ട്, മുക്കാൽ ഭാഗവും കാൽ ഭാഗം മാത്രമാണ് മീനക്കൂറിലുള്ളത്. അപ്പോൾ കുംഭക്കൂറിലുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നമുക്ക് 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. ആ 3-ലെ വ്യാഴം ഇപ്പോൾ ഏപ്രിൽ 2024 ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മെയ് 1-ാം തീയതിയോടുകൂടി 4-ലേക്ക് അവരുടെ വ്യാഴത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ ഇവർക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്, അതായത് ഈ കുംഭത്തിൽ തന്നെയാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ 7-ര ശനിയിൽ ജന്മശനിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ശനിയുടെ ദോഷം, ഇപ്പോൾ കുംഭത്തിൽ ശനി നിൽക്കുമ്പോൾ വലിയ ദോഷത്തെ കൽപ്പിക്കുന്നില്ല. എന്നുവെച്ചാൽ ശനീശ്വരൻ സ്വന്തം വീട്ടിൽ ബലവാനാണ് എന്നാണ് പറയുക. എന്നാലും നമ്മുടെ ഗ്രഹനിലയിൽ ശനി നീചത്തിലോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 4-ാം ഭാവത്തിലേക്ക് ഏപ്രിലിൽ വരുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളിപ്പോൾ എത്ര നാൾ മുറവിളി കൂട്ടിയിരുന്ന അത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇത്തിരി നല്ല രീതിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ. അപ്പോൾ ഈ വ്യാഴം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണം, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കുറേ ടെസ്റ്റുകൾ ഇൻ്റർവ്യൂ ചെയ്തു എന്നുള്ളവരൊന്നും നിരാശപ്പെടേണ്ട കാര്യങ്ങളില്ല. അവരൊക്കെ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വഴിത്തിരിവിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ കിട്ടിയ ജോലി 2-ലാണ് രാഹു, അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ കുറവായിരിക്കും കിട്ടുക. ഒരു ജോലി കിട്ടി നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഇൻകം കിട്ടണം എന്നില്ല, എന്നാലും നമ്മൾ ആ ജോലിയിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ഇൻകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് നമ്മൾ കേതു വന്നിരിക്കുന്നത്. അഷ്ടമത്തിലേക്ക് കേതു വരുമ്പോൾ എപ്പോഴും ഖണ്ഡനമാണ് ചെയ്യുക. നമ്മൾ വിചാരിച്ച ജോലി കിട്ടുമ്പോൾ നമുക്ക് സുഖമല്ല, നമ്മൾ വിചാരിച്ച പോലെ ഒരു ലൈഫ്, കുടുംബ ബന്ധങ്ങൾ നല്ലതായിട്ട് വരുന്നെന്നില്ല. ഇവിടെ 2-ലെ രാഹു എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടാക്കും. സാമ്പത്തിക പൈസ ഉണ്ടാവില്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ രോഗാവസ്ഥകൾ ധാരാളം ഉണ്ടാക്കും, ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കും. കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവും. ഇത് സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിൽ അവരെ തൊഴിൽ മേഖലയൊക്കെ അവർ നിൽക്കുമ്പോൾ ഓട്ടം, അതായത് എത്ര ഓടി ഓടി നടന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടാവും. അതൊക്കെ ഈ ഏപ്രിൽ മാസത്തോടു കൂടി കുറച്ചൊക്കെ ഒരു മാറ്റം വന്ന് പോകുന്ന ഒരു സമയമാണ്. പിന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ 2-ലെ രാഹുവാണ്, അഷ്ടമത്തിൽ കേതുവാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോവുക. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കാം. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ തെന്നി വിടാതെ, എന്ന് വെച്ചാൽ മീനൻ രാശി മത്സ്യങ്ങളെ പോലെ എന്ന് പറയാം. അപ്പോൾ വെള്ളമുള്ള രാശിയാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിലോ വെള്ളമുള്ള സ്ഥലത്തൊക്കെ തെന്നി വിടാതെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം, പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഗ്രഹനിലയിൽ ശനിയൊക്കെ നല്ല ഭാവത്തിലാണെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. ഈ ശനി നീചത്തിലൊക്കെ നിൽക്കണമെന്നുവെച്ചാലാണ് ഏറ്റവും ദോഷഫലങ്ങൾ വരുന്നുള്ളൂ. ഇപ്പോൾ വ്യാഴത്തിനെയും ശനീശ്വരനെയും ഒക്കെ നന്നായി ശ്രദ്ധിച്ച്, പിന്നെ ഭൂമിപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഭൂമിയിൽ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ആധാരമൊക്കെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ കേസ്, കോടതി അങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ വന്ന് പെടാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പം നമ്മളൊരു ഭൂമി മേടിച്ചു, അതിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മളും കൂടി കേസിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് അതിൻ്റെ പരിഹാരങ്ങളും, പിന്നെ ഇപ്പോൾ വരുന്ന പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരോരുട്ടാതി നക്ഷത്രം ഈ കുംഭക്കൂറിലുള്ളവർക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി മീനക്കൂറിലുള്ളവർ, അത് കാൽഭാഗം ഉണ്ടല്ലോ മീനത്തിലുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് 7-ര ശനി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. ആ 2-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല, അവർക്ക് സാമ്പത്തികമൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് പിഴഞ്ഞ് ഒക്കെ ഇങ്ങനെ കിട്ടും. പക്ഷെ 3-ലേക്കാണ് വരുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ 3-ാം ഭാവത്തിലേക്ക് വരും. ആ 3-ാം ഭാവത്തിൽ വരുമ്പോൾ 12-ലെ ശനിയൊക്കെ ആവുമ്പോൾ നമ്മൾ വിചാരിച്ചു ഒക്കെ കിട്ടും എന്ന് വിചാരിച്ച ഭാവം പോലെ അടഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാരാണ്. അവിടെ തന്നെയാണ് നമുക്ക് ജന്മത്തിൽ തന്നെ രാഹു നിൽക്കുന്നുണ്ട്. നമ്മളെ തളർത്തും, ശരിക്കും രാഹു നമ്മളെ തളർത്തിക്കളയും. അതൊക്കെ ഈശ്വരഭജനം കൊണ്ട് മാറ്റിയെടുത്ത്, പിന്നെ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും
പിന്നെ ഭാര്യയായാലൊക്കെ കലഹങ്ങൾ ഉണ്ടാക്കാനൊക്കെ പൈസ അധികമായിട്ട് നമുക്ക് ചിലവ്, വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിനൊക്കെ അതിജീവിച്ച് ഈ 4-ാം ഭാവത്തിൽ 4 മാസം കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നമുക്കൊരു ഇത്തിരി മാറ്റങ്ങൾ വരും. പക്ഷേ ശനീശ്വരനെ നന്നായിട്ട് ഭജിക്കണം. നിങ്ങളുടെ ജാതകത്തിലെ ശനി ഏറ്റവും ഉച്ചസ്ഥനായിട്ട് തുലാത്തിലൊക്കെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്ത്, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രാഹുവിന് പൂജ കൊടുക്കുക. 7-ാം ഭാവം കേതുവാണ്. അപ്പോൾ കുടുംബത്തിൽ ഭാര്യ ഭർത്താവും തമ്മിലുള്ള കലഹങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാര പൂജകളൊക്കെ ചെയ്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് വേല് വഴിപാടെടുത്ത് കൊടുക്കുക. അതായത് സന്താനങ്ങൾക്ക് ദോഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് വേല് വഴിപാട് നല്ലതാണ്. അവിടെ അഭിഷേകവും കൊടുക്കുക. മഹാലക്ഷ്മിക്ക് താമരപ്പൂ കൊണ്ട് അർച്ചന കൊടുക്കുക. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പിന്നിൽ മുന്നിൽ ധാര പിന്നെന്താ കൂവളത്തിൻ മാല അതൊക്കെ കൊടുത്ത് ഈ ഒരു വർഷം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും.